ഹലോ ലേണേഴ്സ്, എല്ലാവർക്കും ടോപ്പേഴ്സ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ UGC നെറ്റ് JRF ഭാഗമായിട്ടുള്ള പേപ്പർ 1 ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം. ഇത് 2018 മുതൽ റിവൈസ് ചെയ്തിട്ടുള്ള പുതിയ സിലബസ് ആണ് NTAയുടെ ഭാഗത്ത് നിന്ന് തന്നിരിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ടീച്ചിങ്, കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ലെവൽ ഓഫ് ടീച്ചിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെന്റ്സ്, ഈ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതാണ് കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്. അല്ലെ, ടീച്ചിങ് എന്താണെന്ന് നമുക്കറിയാം. ടീച്ചിങ് ഈസ് ദ വൺ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദിസ് എ സ്പെഷ്യൽ ഫങ്ഷൻ ഈസ് ടു ഇമ്പാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽ. അല്ലെ, എഡ്യൂക്കേഷനിൽ നമുക്ക് നമ്മളുടെ എന്താ പറയുക അറിവ് തരുന്നതും സ്കില്ല് തരുന്നതും അതൊക്കെ ഇമ്പാർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലോ, ആപ്റ്റിറ്റ്യൂഡ് ഈസ് എ കോമ്പണൻറ്റ് ഓഫ് competence to do a certain kind of work at a certain level. So teaching aptitude means teachers' ability to share knowledge and help others to achieve their goals. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഭാവം എന്നാണ് അർത്ഥം. അല്ലെ, നമുക്കൊരു കാര്യത്തോട് എങ്ങനെ അഭിമുഖീകരിക്കണം അത് കാണിക്കുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ മനോഭാവമാണ്. കുട്ടികളിലേക്ക് എങ്ങനെ അറിവ് നൽകാം, അല്ലെങ്കിൽ അവരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവരെ എങ്ങനെ പ്രാപ്തരാക്കാം എന്നുള്ള മെൻറ്റാലിറ്റി അല്ലെങ്കിൽ എബിലിറ്റീനെയാണ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ടീച്ചിങ് ഈസ് ടു മേക്ക് ലേണിംഗ് എഫക്റ്റീവ്. ടീച്ചിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ ലേണിങ്ങിനെ എഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ ആ കുട്ടികളുടെ മനസ്സിലേക്ക് പറയുന്ന കാര്യങ്ങളെ വ്യക്തതയോടുകൂടി എത്തിക്കുക എന്നുള്ളതാണ് ടീച്ചിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ട്രഡീഷണൽ കോൺസെപ്റ്റ്, ടീച്ചിങ് ഈസ് ദ ആക്ട് ഓഫ് ഇമ്പാർട്ടിംഗ് ഇൻസ്ട്രക്ഷൻ ടു ദ ലേണർ ഇൻ ദ ക്ലാസ് റൂം സിറ്റുവേഷൻ. ഇൻ മോഡേൺ കോൺസെപ്റ്റ്, we can say that teaching is just to train the students so that students can make a living of their own in society. ട്രഡീഷണൽ കോൺസെപ്റ്റിലൊക്കെ, അതായത് പണ്ട് കാലത്തൊക്കെ ക്ലാസ് റൂം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ടീച്ചർ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതായിരുന്നു ചെയ്തിരുന്നത്. നമ്മളൊക്കെ പഠിച്ച കാലത്തൊക്കെ നമ്മളറിയാം, ക്ലാസ് റൂമിൽ കണ്ടക്ട് ചെയ്യും, നമ്മളെല്ലാവരും ക്ലാസ്സിൽ പോയിരിക്കും, ടീച്ചർ പറയും, നമ്മൾ കേൾക്കും, അല്ലേ? പക്ഷേ ഇന്ന് മോഡേൺ കോൺസെപ്റ്റ് കുട്ടികളെ ട്രെയിൻ ചെയ്യുകയാണ്. എങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് സൊസൈറ്റിയിൽ ജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ബെറ്റർ ലിവിങ് കണ്ടീഷൻ മേക്ക് ചെയ്യാം എന്നുള്ള ട്രെയിനിങ് ആണ് മോഡേൺ കോൺസെപ്റ്റ് ടീച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ് ഈസ് എ നാച്ചുറൽ എബിലിറ്റി ടു എക്സ്പ്രസ് ആൻ ഐഡിയ ഓർ ഇൻഫർമേഷൻ. ഒരു എബിലിറ്റിയാണ്, അല്ലേ? നമുക്കറിയാം, ഐഡിയ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു എബിലിറ്റിയാണ് ടീച്ചിങ്. ടീച്ചിങ് ഇൻക്ലൂഡ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു അനദർ പേഴ്സൺ. ദ പേഴ്സൺ ഹു ഗൈഡ് ആൻഡ് ഷേപ്പ് ഹിസ് നോളജ് ഈസ് കോൾഡ് എഫക്റ്റീവ് ടീച്ചർ. ഒരാളുടെ വ്യക്തിത്വ വികസനം മാത്രമല്ല, അയാളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുത്ത് അതിനെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് അവൻ നല്ലൊരു വ്യക്തിയാക്കുന്നത് വരെ ടീച്ചറിൻ്റെ റോള് വളരെ വലുതാണ്. അത് ചെയ്യുന്ന, ഒരു ഗൈഡ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന വ്യക്തിയാണ് നമ്മൾ ടീച്ചർ എന്ന് വിളിക്കുക. ടീച്ചിങ് ഈസ് എ പ്രോസസ് വിച്ച് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഫോർമലി ഓർ ഇൻഫോർമലി. നമുക്ക് ഫോർമലിയും ടീച്ചിങ് കണ്ടക്ട് ചെയ്യാം, ഇൻഫോർമലിയും കണ്ടക്ട് ചെയ്യാം. ഫോർമൽ എന്ന് പറയുന്നത് വിത്തിൻ ദ ഫാമിലിയാണ്, ഫാമിലിക്കുള്ളിൽ തന്നെ അമ്മയോ അച്ഛനോ പഠിപ്പിച്ചു കൊടുക്കുന്നതെയാണ് ഇൻഫോർമൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഫോർമൽ എന്ന് പറയുന്നത് പുറത്താണ്, വിത്തൗട്ട് ദ ഫാമിലി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ഫാമിലി എന്ന് പറയും. ഔട്ട്സൈഡ് ദ ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ഫാക്കൽറ്റി അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ ഒരു ട്യൂട്ടർ ഉണ്ടായിരിക്കും. അവർ വഴിയുള്ള പഠനമാണ് ഇൻഫോർമൽ ഫോം ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ഒന്നാമത്തത് ടു ഷെയ്പ്പ് ബിഹേവിയർ ആൻഡ് കോണ്ടക്ട് ഓഫ് സ്റ്റുഡൻറ്റ്. അറിയാം, കുട്ടികളുടെ ബിഹേവിയർ, പെരുമാറ്റ രീതിയിലും അവരുടെ മനോഭാവത്തിലൊക്കെ മാറ്റം വരുത്തുന്നതിന് ടീച്ചിങ്ങിനുള്ള പങ്ക് വളരെ വലുതാണ്. 2, ടു ഇംപ്രൂവ് ദ ലേണിംഗ് സ്കിൽ ഓഫ് ദ സ്റ്റുഡൻസ്. വി നോ ദാറ്റ്, അല്ലെ, മെയിൻ ഫങ്ഷൻ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് തന്നെ ലേണിംഗ് എഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ടീച്ചിങ് എന്ത് ചെയ്യുന്നു, കുട്ടികൾക്കിടയിലുള്ള ലേണിംഗ് സ്കില്ല് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. 3, to bring desired changes in students' attitude, including methodological, critical thinking, writing, creativity, hypothesis, etc. കുട്ടികളിലെ ചിന്താരീതി മാത്രമല്ല, അവരുടെ എഴുത്ത് രീതിയിലും അതുപോലെ അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ മെത്തഡോളജി, ഹൈപ്പോത്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു കാര്യത്തെ എങ്ങനെ പുതിയതായിട്ട് കണ്ടുപിടിക്കാം, അതിലും അടുത്ത തലത്തെ പറ്റി എങ്ങനെ ചിന്തിക്കാം, എങ്ങനെ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാം, റൈറ്റ്, ഇതിനെപ്പറ്റി എല്ലാം നമുക്ക് വ്യക്തത തരുന്നത് ടീച്ചിങ് എന്നുള്ള പ്രോസസ്സിലൂടെ മാത്രമാണ്. അക്വിസിഷൻ ഓഫ് സബ്ജക്റ്റ് നോളജ്, സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ടീച്ചിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു പ്രവണത. അടുത്തതാണ് ലെവൽ ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ 3 തലങ്ങൾ, 3 രീതിയിലാണ് ടീച്ചിങ്ങിൻ്റെ തലങ്ങൾ പറയുന്നത്. ഒന്ന് മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. ഒന്നാമത്തെയാണ് മെമ്മറി ലെവൽ ടീച്ചിങ്. മെമ്മറി ലെവൽ ടീച്ചിങ് emphasis on presentation of fact and knowledge or information is gained by the learner to memorization. So it's also called thoughtless level of teaching. കുഞ്ഞിലേക്ക് തന്നെ നമ്മുടെ ചെറുപ്പകാലത്ത് ടീച്ചർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിക്കും. ആ കാണാപ്പാഠം പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. അങ്ങനെ പഠിക്കുന്നതാണ് മെമ്മറി ലെവൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അവിടെ തോട്ട്ലെസ് ലെവൽ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തിക്കാതെ നമ്മൾ പഠിക്കുന്നതിനെയാണ് മെമ്മറി ലെവൽ ടീച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇറ്റ് കവർ ഓൺലി ദ നോളജ് ബേസ്ഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി. At this level, learners to identify, recall, or remember the object, event, idea and retain them in memory. ഇത് നോളജ് ബേസ്ഡ് ഒബ്ജക്റ്റീവ്സ് ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂംസ് ടാക്സോണമി, ബ്ലൂംസ് ടാക്സോണമി ടീച്ചർ സ്റ്റുഡൻസ് ലേണിംഗ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും താഴെയുള്ള കൊഗ്നിറ്റീവ് ലെവൽ, ദറ്റ് ഈസ് നോളജ് ബേസ്ഡ് ലെവൽ, അതാണ് മെമ്മറി ലെവൽ ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്നത്. ഈ ലെവലിലാണ് കുട്ടികൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, എങ്ങനെ റീകോൾ ചെയ്യണം, എങ്ങനെ ഒബ്ജക്റ്റ് കാര്യങ്ങളെല്ലാം മെമ്മറൈസ് ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നത്. The teacher plays a very dominating and authoritarian role while instructing. The evaluation system mainly include oral, written and easy type examination as well organized and is simple so that it can acquire through learning. ഇത് പൂർണ്ണമായിട്ടും ടീച്ചർ സെൻട്രിക് അപ്രോച്ച് ഓഫ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ടീച്ചർ സെൻറ്റേർഡ് ആണ്. ടീച്ചർ എന്ത് പറയുന്നുവോ അതേ കുട്ടികൾ കേൾക്കുകയുള്ളൂ, കുട്ടികൾ പഠിക്കുകയുള്ളൂ, കുട്ടികൾ എക്സാമിന് എഴുതുകയുള്ളൂ. ഇവിടെ സ്റ്റുഡൻറ് സെൻട്രിക് അല്ല, കുട്ടികൾ ചിന്തിക്കുന്നില്ല, ടീച്ചർ പറയുന്നതാണ് അവർ ഓർത്ത് വെക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ ഇവാലുവേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? ഒന്നില്ലെങ്കിൽ ഓറൽ വൈസ്, അല്ലെങ്കിൽ റിട്ടൺ വഴി, അല്ലെങ്കിൽ എന്തെങ്കിലും എളുപ്പമുള്ള രീതിയിലുള്ള എക്സാമിനേഷനൊക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് കുട്ടികളുടെ കാര്യശേഷി ഇവിടെ നമ്മൾ എക്സാമിൻ ചെയ്യുക. മെമ്മറി ലെവൽ ടീച്ചിങ് ഡസ് നോട്ട് ഇംപ്രൂവ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻക്രീസ് സ്റ്റുഡൻസ് കേപ്പബിലിറ്റി ബട്ട് ദിസ് റിക്വയർഡ് ഫോർ അതർ ടൈപ്സ് ഓഫ് ലെവൽ ടീച്ചിങ്. ഒരു കുട്ടിയുടെ ഇൻ്റലിജൻസും കാര്യശേഷിയും ഒന്നും തന്നെ ഈ പറയുന്ന മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് കൂട്ടുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ പോകണമെങ്കിൽ നമ്മൾ അടിസ്ഥാനമായിട്ടുള്ള മെമ്മറി ലെവൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കിഴക്കുദിക്കുന്നത് സൂര്യനാണ്, സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ്. ഇതെല്ലാം ടീച്ചർ നമുക്ക് കുഞ്ഞിലെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മളതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടതില്ല, നമ്മളതുകൊണ്ട് തന്നെ മൈൻഡിൽ വെക്കുന്നു. ഇനി സൂര്യൻ എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് അടുത്ത ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. അത് അറിയണമെന്നുണ്ട് എങ്കിൽ മെമ്മറി ലെവൽ ടീച്ചിങ് അവിടെ അനിവാര്യമാണ്. അടുത്തതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. Memory level teaching is the prerequisite for the understanding level of teaching as it talk about the generalization of principles, theory and other key important facts. It is also called thoughtful level of teaching. മെമ്മറി ലെവൽ കഴിഞ്ഞ് ഉള്ള അടുത്ത ലെവലിനെയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുക. ഈ ലെവലിൽ നമ്മൾ എത്തണം എന്നുണ്ട് എങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ മെമ്മറി ലെവലിൽ നിന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ പ്രിൻസിപ്പിൾസ്, തിയറീസ് ഇതൊക്കെ എങ്ങനെയാണ് ജനറലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറലൈസേഷൻ പറയുന്ന ലെവലാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഇവിടെ അത്യാവശ്യം ആളുകൾ ചിന്തിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, പഠിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ തോട്ട്ഫുൾ ലെവൽ ഓഫ് ടീച്ചിങ് എന്നും കൂടി പറയും. It provides more and more opportunity for the student to develop skills of memory plus insight. ഇവിടെ ഒത്തിരി കുട്ടികൾക്ക് അവരുടെ സ്കില്ല് കൂട്ടാനുള്ളൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ സ്കില്ല് കൂട്ടാനുള്ളൊരു വേ ആണ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ മെമ്മറി പ്ലസ് ഇൻസൈറ്റ് കൂടിയാണ് കുട്ടികൾ പഠിക്കുന്നത്. The evaluation system of this level is mainly objective type questions and essay. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എസ്സേ ഉണ്ടാവും. ഈ രണ്ടും രീതിയിലും എക്സാമിൻസ് കണ്ടക്ട് ചെയ്തിട്ടാണ് കുട്ടികളുടെ കാര്യശേഷി ഇവിടെ അളക്കുന്നത്.
The student and the teacher both play an active role in the understanding level of teaching. മെമ്മറി ലെവലിനെ അപേക്ഷിച്ച് ടീച്ചർ സെൻട്രിക് എന്ന അപ്രോച്ച് മാറി ഇവിടെ സബ്ജക്റ്റ് സെൻറ്റേർഡ് എന്നുള്ള അപ്രോച്ചിലേക്ക് കുട്ടികളെത്തും. അതുകൊണ്ട് കുട്ടിക്കും ടീച്ചറിനും രണ്ടുപേർക്കും ഒരേ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഈ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരിക്കുക. മൂന്നാമത്തതാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇറ്റ് ടോക്ക് അബൌട്ട് ദ ബോത്ത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് മെമ്മറി ലെവൽ ടീച്ചിങ് ആൻഡ് ഇറ്റ് പ്രോബ്ലം സെൻറ്റേർഡ്. മൂന്നാമത്തത് ഏറ്റവും അപ്പറായിട്ട് നിൽക്കുന്ന ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ. രണ്ടിൻ്റെയും, അതായത് മെമ്മറി ലെവലിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ് ലെവലിൻ്റെയും ഒരു കോംബോ ആയിരിക്കും റിഫ്ലക്റ്റീവ് ലെവലിൽ വരിക. ഇത് പ്രോബ്ലം സെൻറ്റേർഡ് ആയിരിക്കും. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ടു ഡെവലപ്പ് പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ ആൻഡ് കൺസർവേറ്റീവ് ഇൻഡിപെൻഡൻറ്റ് ഒറിജിനൽ തിങ്കിങ്. So it is called upper thoughtful level of teaching or introspective level. ഇവിടെ ഉദ്ദേശിക്കുന്നത് മെമ്മറി ലെവലിൽ നിന്നും അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉപയോഗിച്ച് അവർ അതിലും ഉപരി എന്ന് പറയുമ്പോൾ അതിലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ അപ്പർ തോട്ട്ഫുൾ ലെവൽ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്റ്റീവ് ലെവൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഐൻസ്റ്റീൻ, ന്യൂട്ടൺ ഇവരൊക്കെ റിഫ്ലക്റ്റീവ് ലെവലിൽ നിന്നുകൊണ്ടാണ് ഓരോ തിയറീസും ഡ്രൈവ് ചെയ്തേക്കുന്നത്. At this level, the emphasis is laid on identifying problem, defining it and finding a solution to it. A student original thinking and creative ability develop at this level. Student is core, active and primary, while teacher becomes secondary and passive in this. ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ ക്രിയേറ്റീവ് ആൻഡ് തിങ്കിങ് എബിലിറ്റി കൂടുതൽ ഡെവലപ്ഡ് ആകും. ഇവിടെ ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം സ്റ്റുഡൻറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ് മാനറിൽ സ്വന്തമായിട്ടുള്ള കാര്യശേഷി ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അറിവ് ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ആക്റ്റീവ് ആൻഡ് പ്രൈമറി ആണ്. അതുപോലെ ടീച്ചർ എന്നുള്ളത് സെക്കൻഡറി ആൻഡ് പാസീവ് എന്നുള്ള ഫോമിലേക്ക് വരും. Essay type test is used to evaluate the learning process. The teaching at this level is not teacher-centered or subject-centered, it is learner-centered. Essay type questions ആണ് ഇങ്ങനെയുള്ള ലെവലിലുള്ള കുട്ടികളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ടീച്ചർ സെൻറ്റേർഡോ സബ്ജക്റ്റ് സെൻറ്റേർഡോ അല്ല, പൂർണ്ണമായിട്ടും ഇതൊരു ലേണർ സെൻറ്റേർഡ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ് റിഫ്ലക്റ്റീവ് ലെവൽ. ഈ ലെവലാണ് ഏറ്റവും ബെസ്റ്റ് ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. ഫസ്റ്റ് വൺ, ടീച്ചിങ് ഈസ് എ കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്സ്. നമുക്കറിയാം അല്ലെ, ടീച്ചിങ് എന്നുള്ളത് സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് സൊസൈറ്റിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്സാണെന്ന് പറയാം. നമ്മുടെ സൊസൈറ്റിയിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് നല്ലൊരു ടീച്ചർക്കാണ് അത് എക്സാക്റ്റ് പെർമനൻറ്റ് മെത്തേഡിൽ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. സെക്കൻഡ് വൺ, ടീച്ചിങ് ഈസ് എ കോംപ്ലക്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാ കുട്ടികളിലും നമുക്ക് ഒരേ ടീച്ചിങ് ടെക്നിക്സോ മെത്തേഡ്സോ യൂസ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളുടെ രീതി എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ കുട്ടികളുടെ പഠിക്കുന്നതിനോടുള്ള മനോഭാവം, അവരുടെ ആ ഒരു ബിഹേവിയറൽ പാറ്റേൺ നോക്കിയിട്ടാണ് ഓരോ ടീച്ചേഴ്സും കുട്ടികളെ അപ്രോച്ച് ചെയ്യുക. കുഞ്ഞു കുട്ടികളിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കല്ല മുതിർന്നവരിൽ ഉപയോഗിക്കുന്നതല്ല കോളേജിൽ പഠിക്കുന്ന വലിയ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ രീതി അനുസരിച്ച് മാറും. എങ്കിലാണ് ടീച്ചിങ് അവിടെ കൂടുതൽ എഫക്റ്റീവായിട്ട് മാറുകയുള്ളൂ. വിഷ്വലൈസേഴ്സ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഒരാളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരുത്താൻ ഒരു ടീച്ചർക്ക് വലിയ പങ്കുണ്ട്. ആ ഒരു ടീച്ചറുടെ കോൺസെപ്റ്റിലായിരിക്കും അവൻ ആ ലോകത്തെ കാണുന്നത്. അവൻ്റെ മുഴുവൻ കാഴ്ചപ്പാടുകളെയും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ എഫക്റ്റീവായിട്ടുള്ളൊരു ടീച്ചർക്ക് മാത്രമാണ് സാധിക്കുക. ക്ലോസ്ലി റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ, ലേണിംഗ്, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ്. ടീച്ചിങ് എന്നുള്ളത് എഡ്യൂക്കേഷൻ, ലേണിംഗ്, ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി, നമുക്കറിയാം ഇതൊരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയാണ്. നമുക്ക് കുറേ കാണാതെ പഠിച്ചു കൊണ്ടുവന്ന് പറയുന്നതല്ല. നമുക്കറിഞ്ഞാലാണ്, ടീച്ചേഴ്സിന് അറിഞ്ഞാലാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ടീച്ചർ എപ്പോഴും ഫുൾ ഓഫ് പവർ ഓഫ് നോളജ് ആയിരിക്കണം. എങ്കിലാണത് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ടീച്ചിങ് ഈസ് സയൻസ് ആസ് വെൽ ആസ് ആർട്ട്. എന്തുകൊണ്ടാണ് ടീച്ചിങ്ങിന് സയൻസ് എന്ന് പറയുന്നത്? ടീച്ചിങ് എന്നുള്ളത് പല ടേംസിലുണ്ട്. പൊളിറ്റിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, അങ്ങനെ പല സ്പേഴ്സ് ഓഫ് ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ടീച്ചിങ്. ഇനി അത് എന്തുകൊണ്ടാണ് ആർട്ട് എന്ന് പറയുന്നത്? ആർട്ട് എന്ന് പറയുന്നത് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ റിലീജിയസ്, സ്പിരിച്വൽ ആൻഡ് എത്തിക്കൽ ബിലീഫ് ഓഫ് ദ സൊസൈറ്റി.
സോ ടീച്ചർ എന്നുള്ളത് ഈ രണ്ടിൻ്റെയും ഒരു അസംഷനാണ്. ടീച്ചിങ് ഈസ് എ സയൻസ് ആസ് വെൽ ആസ് ആർട്ട്. ഒരു സയൻസാണ്, ഒരു ആർട്ടാണ്. സയൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കുറച്ച് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. ടീച്ചിങ്ങിലും അതേപോലത്തെ കുറച്ച് റൂൾസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്തൊരു ടീച്ചർ ആ ഒരു ഒരു സയൻറ്റിഫിക് മാനറിലായിരിക്കും പെർഫോം ചെയ്യുക. ആർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ടീച്ചിങ് എന്നുള്ളത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇറ്റ്സ് എ ഡൈനാമിക്. നമ്മളുടെ പുറമേ നടക്കുന്ന കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പഠിക്കുന്ന തിയറികൾ മാറുന്നതിനനുസരിച്ച് ടീച്ചറും മാറിക്കൊണ്ടേയിരിക്കണം. അപ്ഡേറ്റഡ് ആയിരിക്കണം ഒരു ടീച്ചർ. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെ ആദ്യം കണ്ടുപിടിച്ച് ടീച്ചറാണ് കുട്ടികൾക്ക് മുന്നിലത് അവതരിപ്പിക്കേണ്ടത്. അടുത്തത് സെൽഫ് ഓർഗനൈസേഷൻ. ടീച്ചിങ് എന്നുള്ളതൊരു ഇൻഡിവിജ്വൽ എഫേർട്ടാണ് അല്ലേ? ഒരു അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സെൻസിറ്റീവായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടീച്ചറിൻ്റെ ഇൻഡിവിജ്വൽ എഫേർട്ടാണ് അവിടെ കൂടുതലായിട്ട് വേണ്ടത്. അതുകൊണ്ടാണ് സെൽഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ സർവീസ്. ടീച്ചിങ് എന്നുള്ളത് ശരിക്കും നമ്മുടെ നേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? അതായത് ഓരോരുത്തരിലും അവരുടേതായിട്ടുള്ള വിഭവശേഷി കണ്ടുപിടിച്ച് അവരതിന് പ്രാപ്തനാക്കി നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു സോഷ്യൽ സർവീസ് ആണെന്ന് പറയാം. ആൻഡ് ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം, ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ലും നോളജും ബേസ്ഡ് ചെയ്യുന്ന ജോബിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുക. ബട്ട് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ, ദിസ് ഇസ് ബിക്കോസ് ടീച്ചിങ് മേക്ക് ഓൾ അതർ പ്രൊഫഷൻസ്. മറ്റു പ്രൊഫഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ടീച്ചറിനുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു നല്ല ടീച്ചർ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഫഷണൽസിനെയും എംപ്ലോയേഴ്സിനെയൊക്കെ വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്തതാണ് ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ടീച്ചർ. നമുക്കറിയാം, വിത്തൗട്ട് എ ടീച്ചർ ദ ടീച്ചിങ് ഈസ് നോട്ട് കംപ്ലീറ്റ്, അല്ലെങ്കിൽ ടീച്ചിങ് ക്യാനോട്ട് ബി ഒക്കോൾ. സോ ടീച്ചറാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഫോർ ടീച്ചിങ്. ദെൻ ലേണർ. ടീച്ചർ മാത്രം ഉണ്ടായാൽ പോരാ, അത് കേൾക്കാൻ അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള കുട്ടികൾ, സ്റ്റുഡൻസ് വേണം. ദെൻ ടോപ്പിക് ഓർ സബ്ജക്റ്റ്. ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണം. ദെൻ എൻവയോൺമെൻറ്റ്. അതിന് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു സറൗണ്ടിങ്സ് അല്ലേ? ഇപ്പോൾ സ്കൂളെന്ന് പറയുന്നത് ഒരു എൻവയോൺമെൻറ്റാണ്. അവിടെ നമുക്ക് പഠിക്കുന്നതിന് വളരെ മികച്ചൊരു എൻവയോൺമെൻറ്റാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? എല്ലാവരും പഠിക്കുന്നു. ടീച്ചേഴ്സും സ്റ്റുഡൻസും മാത്രം ഇൻട്രാക്ട് ചെയ്യുന്നൊരു പ്ലേസ്. അവിടെ വേറെ നോയ്സ് ഇല്ല, വേറെ ഇൻട്രപ്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അത് വളരെ ഒരു എലമെൻറ്റാണ്. Then all three variables of teaching, that is memory, understanding and reflective. ഈ മൂന്ന് ലെവൽ ഓഫ് ടീച്ചിങ്ങും എന്താണ്? ഒരു ബേസിക് റിക്വയർമെൻ്റ് ആണ് ടീച്ചിങ്ങിൻ്റെ. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്? ഫസ്റ്റ് വൺ, എ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻ്റഗ്രേറ്റ്ലി റിലേറ്റഡ്. ബി, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. C, concern all teaching is to ensure some kind of transformation in students. D, all good teaching is formal in nature. E, a teacher is a senior person. Then teaching is a social act whereas learning is a personal act. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ജൂലൈ 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എ, ബി, ഡി. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇൻ്റഗ്രലി റിലേറ്റഡ്. നമുക്കറിയാം, അത് കറക്റ്റാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സെക്കൻഡ് വൺ, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. കറക്റ്റാണെന്ന് പറയാൻ പറ്റുമോ? ടീച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മൂന്നാമത്തത്, കൺസേൺ ഓഫ് ഓൾ ടീച്ചിങ് ഈസ് ടു എൻഷുർ സം കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻസ്. എല്ലാ ടീച്ചേഴ്സിനും ചില ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റുഡൻസിൽ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. നാലാമത്തത്, ഓൾ ഗുഡ് ടീച്ചിങ് ഈസ് ഫോർമൽ ഇൻ നേച്ചർ. ആണോ? എല്ലാ നല്ല ടീച്ചിങ്ങും ഫോർമൽ നേച്ചറിലായിരിക്കുമോ? നമ്മൾ നേരത്തെ കണ്ടു, ടീച്ചിങ് എന്നുള്ളത് ഫോർമലാകാം, ഇൻഫോർമലാകാം. അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി. എ ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ ആവണമെന്നുണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങളുടെ പോലെ ഒരു വ്യക്തിയാണ്, അപ്പോൾ ഞാനൊരു സീനിയർ പേഴ്സൺ ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്? അല്ല. അപ്പോൾ അതും ഒരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വേറാസ് ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്. അത് കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 3, എ, സി, എഫ്, ഈ 3 സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
Which of the following learner characteristics highly related to effectiveness of teaching? Option A, prior experience of the learner. Option B, educational status of the parent of the learner. Option C, peer groups of the learner. Option D, family size from which the learner comes. ഈ ഓപ്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രിയർ എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ. ഒരു എക്സ്പീരിയൻസ്, ലേണറിൻ്റെ മുൻകാല എക്സ്പീരിയൻസ് ആണ് ടീച്ചിങ്ങിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നത്, അല്ലാതെ ലേണറിൻ്റെ പാരൻസിൻ്റെ നോളജോ ലേണേഴ്സിൻ്റെ കൊളീഗ്സ്, പീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഗ്സ് അല്ലെങ്കിൽ സഹപാഠികൾ എന്നർത്ഥം, അവരുടെ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫാമിലി സൈസോ ഒന്നുമല്ല ഒരു കുട്ടിയുടെ ലേണിങ്ങിനെ എഫക്റ്റീവ് ആക്കുന്നത്. അത് അവൻ്റെ മുൻകാലത്തെ, അതായത് അവനിലുള്ള എക്സ്പീരിയൻസ് മാത്രമാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഈ വീഡിയോയിലുണ്ട് എങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.